ഈ ഒരു ക്യാപ്ഷനിൽ കാണിക്കുന്ന പോലെ തന്നെ ടീം വർക്ക് മേക്സ് ദ ഡ്രീം വർക്ക്. ഞാൻ എന്റെ കുറച്ച് ടീംമേറ്റ്സിനെ ഒന്ന് കാണിക്കാം. ഇതൊരു സ്റ്റുഡന്റ് ആണ്. ഓക്കെ, ആള് പഠനം കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നല്ലൊരു ജോബോ നല്ലൊരു സാലറിയിലോട്ട് എത്താൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ ഒരു പാർട്ട് ടൈം വർക്ക് നോക്കിയതാണ്. ആള് ടീമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുടെ ഒരു ഫസ്റ്റ് മന്ത് പേ ഔട്ട് ആട്ടോ. ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് കാണുമ്പോൾ. അതേപോലെ തന്നെ ഇതൊരു ഹൗസ് വൈഫാണ്. ആളുടെ ഒരു സിംഗിൾ മന്ത് പേ ഔട്ട് ആണ് 20,000 സംതിങ്. 4 കുട്ടികളെ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവരുടെ ഫ്രീ ടൈം ആണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് വേറൊരാളാണ്. ആള് പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും കാരണം കൊണ്ട് എനിക്ക് സക്സസ് ആവാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ ഒരു ട്രസ്റ്റിന്റെ പുറത്ത്, ഒരു ധൈര്യത്തിന്റെ പുറത്ത് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. ഫസ്റ്റ് മന്ത് പേ ഔട്ടാണ് 90,000 സംതിങ്. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്യുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. അപ്പോൾ ഏതൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുക. തട്ടിപ്പാണോ അല്ലേ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് മാത്രം നമ്മൾ ഡിസൈഡ് ചെയ്യുക. ഇതൊരു ടീച്ചറാണ്. ആള് രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്ത് പിന്നെ കിട്ടുന്ന ഒരു ഒഴിവിൽ വർക്ക് ചെയ്തിട്ട് ഏണിങ്സ് ഉണ്ടാക്കുന്നതാണ്. ഇവിടെ നമുക്ക് സ്റ്റുഡൻസ്, ഹൗസ് വൈഫ്സ്, എംപ്ലോയീസ് ഒന്നുമില്ല. വർക്ക് ചെയ്യാൻ റെഡിയാണോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ സക്സസ് ആവാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ടൈമിൽ വർക്ക് ചെയ്താൽ മതി. ഇത് വേറൊരു ഹൗസ് വൈഫാണ്. എന്റെ ടീമിൽ തന്നെ 2 കുഞ്ഞു മക്കൾ വെച്ചിട്ടാട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പൊ വീട്ടിലിരുന്നിട്ടാണ് ആളുടെ ഒരു ഫ്രീ ടൈം വർക്ക് ചെയ്തിട്ട് ഇത്രയും ഒരു ഏണിങ്സ് ഉണ്ടാക്കുന്നത്. നമുക്കിവിടെ ലിമിറ്റേഷൻ ഇല്ല. നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിവിടെ ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ കൂടെ കൂടാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ഗൈഡ് എന്ന് കമന്റ് ചെയ്യാം. ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും.